ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാനും വീണിരിക്കുകയാണ് ദൃശ്യം 3യുടെ മുന്നിൽ. അതെ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എമ്പുരാൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ദൃശ്യം 3 കയറിയിരിക്കുകയാണ്. എമ്പുരാൻ്റെ 34 കോടി 47 ലക്ഷം രൂപ എന്ന ആ ഒരു കളക്ഷൻ ഇപ്പോൾ 35 കോടിക്ക് മുകളിൽ നേടി വെറും 11ാം ദിനത്തിൽ ഈ ഒരു സിനിമ കവർ ചെയ്തിരിക്കുകയാണ്. റെക്കോർഡിടാനും റെക്കോർഡ് തകർക്കാനും ഒരേ ഒരു മോഹൻലാൽ. അതെ, അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇങ്ങേര് തന്നെ റെക്കോർഡിടും, ഇങ്ങേര് തന്നെ പൊട്ടിക്കും. ഇത് സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും എമ്പുരാൻ്റെ റെക്കോർഡുകൾ പൊട്ടിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ എമ്പുരാൻ ഒന്നുമല്ല എന്നാക്കുകയാണ് ഇപ്പോൾ ദൃശ്യം 3 എന്ന ചിത്രം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 35 കോടി നേടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ത്യ കളക്ഷനായിട്ട് സിനിമയ്ക്ക് 100 കോടി കടന്നിരിക്കുന്നു. വിദേശ കളക്ഷനും 100 കോടിയും കടന്ന് സിനിമ 225 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള കാഴ്ചയും, അതായത് വരുന്ന വാരത്തോടെ സിനിമ 250 കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡയിൽ നിന്ന് മാത്രമായി സിനിമ 30 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു കളക്ഷൻ റെക്കോർഡാണ്, ഒരുപക്ഷെ അതും തീർന്നേക്കാം. ഒരുപക്ഷെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ റെക്കോർഡ് തീർക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഏകദേശം 60 കോടിക്ക് മുകളിലാണ് അതിന് വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 60നും മുകളിലാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലോക എന്ന ചിത്രമാണ് 60 കോടിയിൽ നിൽക്കുന്ന മറ്റൊന്നും. അതിനും മുകളിലേക്കെന്ന് പറയുമ്പോൾ ഏറെ മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും കഴിയില്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു ഞായറാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ്. പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് ഇതുവരെ 2.5 കോടിയോളം നേടി. ഇപ്പോഴത്തെ കളക്ഷൻ 3 കോടിക്ക് മുകളിലും എത്താൻ കഴിഞ്ഞു. മണിക്കൂറിൽ ഇപ്പോഴും സിനിമ വിറ്റുകൊണ്ടിരിക്കുന്നത് 8,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ തന്നെയാണ്. 11ാം ദിനത്തിനും ഒരു സിനിമയ്ക്ക് 8,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗംഭീര വിരുന്ന് എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. പല സിനിമകൾക്കും ആദ്യ ദിനം കിട്ടുന്നതാണ് അങ്ങനെ ഒരു കളക്ഷൻ. ഇവിടെ 35 കോടി പോലും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് ഫൈനലായി കിട്ടുന്ന ഗ്രോസുകളാണ്. അപ്പോഴാണ് ദൃശ്യം ഈ റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ കലക്കി അടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അതെ, ഇതേപോലെ ഇൻഡസ്ട്രിയിൽ ഇമാതിരി റേഞ്ചിൽ കളക്ഷൻ കൊളവറി നടത്താൻ വേറെ ഒരാളുമില്ല. വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തുതരാം. മീഡിയാസ്.